പ്രശ്നവുമായി വന്നിട്ടൊരു സ്റ്റോറിയാണ്. അത് കാണാനിടയിൽ 24-ലെ ഒരു ചാനലിൽ ഒരു വാർത്തയാണ്. ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് സ്കൂളിലൊരു അവസരത്തിന് വേണ്ടി പോയപ്പോൾ ഈ ഓട്ടിസം കാറ്റഗറിയിൽപ്പെട്ട ആ ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ സ്കൂളുകളിൽ എടുക്കുന്നില്ല എന്നൊരു പരാതിയുമായിട്ടൊരു അമ്മയുടെ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് വളരെ തീർച്ചയായിട്ടും അത് ഈ കുട്ടികളെ അവഗണിക്കുക എന്നുള്ളത് സർക്കാർ തലത്തിൽ സംവിധാനങ്ങളുണ്ട്. 20% സ്കൂളിൽ അങ്ങനെ കൊടുക്കാനുള്ള ഈ കുട്ടികൾക്ക് സ്കൂളിൽ ചേർക്കാനും അവരെ പഠിപ്പിക്കാനും അതിനുള്ള ടീച്ചേഴ്സിൽ വയ്ക്കാനുള്ള ഒരു അവസരം ഉണ്ടെന്നാണ് എൻ്റെ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. കാരണം ഞാനൊരു വേദിയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു വലിയൊരു പ്രോഗ്രാമിലാണ്. ആ സമയത്ത് ഈ സന എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മ ഗ്ലാഡി എന്നെ ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ആ പരിചയപ്പെട്ടതിലൂടെ പറഞ്ഞു എൻ്റെ മോൾക്കൊരു അവസരം കൊടുക്കുന്നു. അത് അങ്ങനെ മാസങ്ങളും അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നീട് വേറൊരു പ്രോഗ്രാമിൽ ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് വീണ്ടും എന്നെ കണ്ടു. എനിക്കൊരു അവസരം എൻ്റെ മോൾക്ക് കൊടുക്കുമോ സാറായിരുന്നു. ഒരു ചെറിയൊരു വേഷം കൊടുത്തു. അവൾ ഭയങ്കര ടാലൻ്റുള്ള കുട്ടിയാണ്. അവൾക്കൊരു അവസരം എപ്പോഴെങ്കിലും ഒരു സാറ് വേഷം മറക്കരുത് എന്ന് പറഞ്ഞിട്ട് പോയി സെൽഫേക്ക് എടുത്തിട്ടാണ് പോയി. പക്ഷെ അതിന് ശേഷമാണ് ഞാൻ 3 മാസങ്ങൾക്ക് ശേഷം ഈ വാർത്ത കണ്ടപ്പോൾ അപ്പം ഇതിനെക്കുറിച്ച് സബ്ജക്റ്റ് എഴുതാൻ ഞാൻ നിർബന്ധനായതും ആ സബ്ജക്റ്റ് ചെറിയ രീതിയിലൊരു ഡോക്യു ഫിക്ഷനായിട്ട് ഞാൻ തുടങ്ങി വെച്ചതാണ്, അല്ലാതെ സിനിമയായിട്ടല്ല. ആ ഡോക്യു ഫിക്ഷൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊരു വലിയ സിനിമയാണ്. അതിൽ അഭിനയിച്ച സനയ്ക്കൊരു ചെറിയൊരു വേഷത്തിലൂടെ ഞാൻ ഓപ്പൺ ചെയ്തു. സനയുടെ ടാലൻറ്റ് കണ്ടിട്ട് ആ മിടുക്കിയായ കുട്ടി, അതായത് നമ്മളെക്കാട്ടിലും സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെക്കാട്ടിലും മിടുക്കിയായിട്ട് അവൾ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അവളുടെ പ്രസൻറ്റേഷൻ അവളവിടെ ചെയ്തതും വരുന്നതും മറ്റുള്ളവരെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും ഒക്കെ അവൾക്ക് അറിയാം. എന്നെ അവളുടെ വീട്ടിൽ പോയിട്ട് ഞാനൊരു ഓഡിഷൻ നടത്തി. അപ്പോൾ അവൾ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. ആദ്യം ചോദിച്ചത് കോഫി വേണം എന്ന് ചോദിച്ചു. ഇത് എൻ്റെ ഗ്രാൻഡ് മമ്മയാണ്, ഇത് എൻ്റെ മമ്മ, ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നില്ല നമ്മുടെ പിള്ളേർ പോലും, എനിക്ക് എൻ്റെ ഫാമിലിയോട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ പോലും ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഈ കുട്ടിയെ തന്നെ അത് നായികയായിക്കൊണ്ട് ചെയ്താലോ എന്നൊരു ധാരണ എനിക്ക് വന്നു. അത് ചലഞ്ചല്ലേ എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു. ആ ചലഞ്ച് ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അതിലെന്ത് നഷ്ടം വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ഡോക്ടേഴ്സായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ നോക്കി വായിച്ച് വിത്ത് പെർമിഷൻ ഗ്ലാഡി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സാധനം സ്റ്റാർട്ട് ചെയ്തു. ഇന്നൊരു സിനിമയായിട്ട് ഇവിടെ നിൽക്കുന്നു. തീർച്ചയായിട്ടും വലിയൊരു വാക്കുകളാണ്. അത് ഒരിക്കലും ഒരു ചലഞ്ചല്ല. ലോകത്തുള്ള പ്രേക്ഷകർ കാണേണ്ടതാണ് ഈ സിനിമ. ഒരു ചെറിയ സിനിമയല്ല താങ്കൾ, ഇത് വലിയ സിനിമയാണ് കേട്ടോ, വലിയ സിനിമയാണ്. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ എൻ്റെ മകൻ ഈ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ പോലും അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒറ്റ ടൈക്കിൽ തീർന്ന ഈ സ്ഥാനം ഓരോ കാര്യങ്ങളിലും നമ്മൾ എന്താഗ്രഹിച്ചോ അത് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഞാൻ റെഡി, ക്യാമറ റോൾ എന്ന് പറഞ്ഞാൽ അവൾ ആക്ഷൻ പറയും. അങ്ങനത്തെ അത്രയും പവറിലേക്ക് എത്തിയിരിക്കുന്നു. അത് അത്രയും ടാലൻറ്റ്. പക്ഷേ ഇതുപോലത്തെ കുട്ടികളെ നമ്മൾ എന്താണ് മാറ്റി നിർത്തുന്നത്? ഇതിൽ ഈ സിനിമ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ബർത്ത്ഡേ പാർട്ടി വന്നാൽ, കല്യാണം വന്നു കഴിഞ്ഞാൽ, ഒരു ആഘോഷം വന്നു കഴിഞ്ഞാൽ ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ മാതാപിതാക്കൾ മടിക്കുന്നു. അത് സമൂഹം ഇവരെ കാണുന്നത് ഒരു ഭിന്നശേഷി എന്നുള്ള ലെവലിലാണ് അവർ കാണുന്നത്. ഭിന്നശേഷിയല്ല, ശരിക്ക് വിഭിന്ന മികവുള്ള കുട്ടികളെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വിഭിന്ന മികവ് എന്നിട്ടൊരു പ്രോഗ്രാം ഞാൻ നടത്തിയിരുന്നു. അതും ദർശന ക്ലബിന് വേണ്ടി, അതും ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ആ പരിപാടിയിൽ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ഗ്ലാഡി അവിടെ തന്നെ ഫസ്റ്റ് മീറ്റ് ചെയ്തത്. അവരുടെ ആഗ്രഹം പോലെ തന്നെ തോന്നുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അതിന് മുകളിലേക്ക് സന എന്ന് പറഞ്ഞ മോള് വന്നിട്ട് ഇതൊരു ചലഞ്ചാണ്. എനിക്കിതൊരു വിജയപരാജയം ഒന്നുമല്ല. പക്ഷേ ഇത് സമൂഹത്തിന് എത്തിക്കുക, സമൂഹം അത് കാണുക. ഈ കുട്ടികൾക്ക് നമ്മൾ ചിറകായിട്ട് നിൽക്കാൻ, നമ്മുടെ നല്ല ആരോഗ്യമുള്ള കുട്ടികളെ മാതൃകയാക്കി കാണിച്ചു കൊടുക്കാനുള്ള ഒരു സിനിമ. തൃശ്ശൂർ പോലെ സാംസ്കാരിക നഗരത്തിൽ പൂരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു സമയത്ത് അതിഗംഭീരമായ തയ്യാറെടുപ്പുകളിൽ ഒരുപക്ഷെ കേരളമല്ല ലോകം മുഴുവൻ കാത്തിരിക്കുന്ന, നാളെ എനിക്ക് തോന്നുന്നു സാമ്പിൾ പിടിക്കട്ടാണ് അല്ലേ? അപ്പോൾ അങ്ങനൊരു ഏറ്റവും എന്താ പറയുന്നത് തയ്യാറെടുപ്പുകളായിട്ട് തൃശ്ശൂർ നിൽക്കുമ്പോൾ അതിൻ്റെ തലേദിവസം ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റിയത് വലിയ കാര്യമാണ്.
വലിയ സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഏറ്റവും പ്രിയപ്പെട്ട ഹൈദരാലി ഇല്ലാതെ മലയാള സിനിമയില്ലാതെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പക്ഷേ ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അയ്യോ ഇത് ഞാനല്ലേ, നിങ്ങൾ രണ്ടെന്നെ കാണുന്നുണ്ടോ? അത് കുറച്ച് നാൾ മുമ്പുള്ള ഞാനാണ്, ഇതാണ് ഇപ്പോൾ ഉള്ള ഞാൻ. അപ്പോൾ ഹൈദരാലിയെ കുറിച്ച് എപ്പോഴും ഞങ്ങളുടെ എന്താ പറയുക സർക്കിളിൽ എപ്പോഴും പറയും, അദ്ദേഹം ഭയങ്കര ആത്മാർത്ഥമായ സിനിമയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരാളാണെന്ന് എപ്പോഴും പറയാറുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തൃശ്ശൂരേക്ക് എറണാകുളത്ത് നിന്ന് വന്ന് ഒരു കമ്പാരിറ്റീവ്ലി വേണമെങ്കിൽ ഒരു ചെറിയ സിനിമ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അദ്ദേഹം സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളാണ്, സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഹൈദരാലി പേഴ്സണലി എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ചടങ്ങിൽ മൈക്കെടുത്ത് നിൽക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. മൈക്കെടുത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്കൊരു ആവശ്യമുണ്ട്. നല്ല ഗായകനാണ്, രണ്ടിലെയും പാട്ട് കേട്ടത്. വേണമെങ്കിൽ കൈയടിച്ചാൽ പാടും, കൈയടി പോരാ. രണ്ടിലെയും പാട്ടിട്ട് അടുത്ത സംസാരം, രണ്ടിലെയും പാടും. അല്ല വേണം, അത് ഉറപ്പായി. ഈ ഞാൻ നന്നായി പാടും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ജിവിച്ചേട്ടൻ സത്യം പറഞ്ഞ 8 മണിയിൽ എന്നെ പാടിപ്പിച്ചു. 8 മണി എന്ന് പറയുന്ന സിനിമ സേവിച്ചെന്ന് പറയുന്നൊരു ഉഗ്രൻ കഥാപാത്രം എനിക്ക് ജിവിച്ചേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു. ഇന്നും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ആ കഥാപാത്രത്തെക്കുറിച്ചും സേവിച്ചെന്നൊക്കെ എന്നെ വിളിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. നമ്മൾ കൊറോണയ്ക്ക് മുൻപ് ചെയ്ത സിനിമയാണെങ്കിലും ഇത്രയും വർഷം കഴിഞ്ഞ് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രമാണ്. ഒത്തിരി ശേഷമാണ് ഞാൻ ജിവിച്ചേട്ടനെ നേരിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ്. തീർച്ചയായിട്ടും ജിവിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. വലിയ സന്തോഷം. ജിവിച്ചേട്ടനെ കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രമോദ് ഭായി ആണ് ഈ സിനിമയിലേക്ക് പറഞ്ഞതും ജിവിച്ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതും. കുറച്ച് ദിവസങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും വളരെ അടുപ്പത്തോടു കൂടി ഇടപെട്ട് സിനിമ ചെയ്ത ഒരു ഓർമ്മയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ളത്. ഈ സിനിമയിൽ സന എന്ന കഥാപാത്രം ചെയ്തിട്ടുള്ള സന ഇവിടെ വന്നിട്ടുണ്ടോ? സനാഹി സിനിമയുടെ പോസ്റ്റർ റിലീസാണ്. വലിയ കൈയ്യടി. അദ്ദേഹത്തിൻ്റെ മകനെ വെച്ച് സ്വന്തം ഭാര്യ സിന്താവ എന്ന് പറയുന്ന പടം ഡയറക്റ്റ് ചെയ്ത ആളാണ് ഞാൻ. ആ ഒരു ഭാഗ്യം കിട്ടിയ ഒരു അവസരമാണ് ഇപ്പോൾ രവിസാറിന് ഇരിക്കുന്നു. മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയി. അന്ന് ലോകനാഥൻ്റെ അച്ഛനായിട്ട് രവിസാറിനെ ഞാനാണ് പറഞ്ഞത് അനിൽ സാറിനോട്. ഇവിടെ മരിച്ചുപോയ കൽപ്പന ചേച്ചിയുടെ ഭർത്താവ് അനിൽ സാറിനോട് മണിയുടെ അച്ഛനായിട്ട് രവിസാറിനെ വെക്കുമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കാരണം ഒരുപാട് അദ്ദേഹത്തിൻ്റെ പടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ആരാധിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എഴുതി തരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കണമെന്ന് മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും ലോകനാഥൻ IAS എന്ന് പറയും. ഞാൻ കാര്യം സുരേഷ് ഗോപിയെ വെച്ച് രാമരാവണൻ എന്ന് പറയുന്ന പടം ഡയറക്റ്റ് ചെയ്തു ബിജു മേനോനിലേക്ക് വെച്ച്.
പക്ഷേ എനിക്ക് ഇന്നും സാധാരണക്കാരുടെ ഇടയിൽ ഏറ്റവും പേര് കിട്ടിയത് ലോകനാഥൻ IAS എന്ന് പറയുന്നതാണ്. ഞാൻ ജയറാമിനെ വെച്ച് കനകസിംഹാസനം ചെയ്തെങ്കിലും അതൊന്നുമല്ല, ഈ രവി സാറിനൊക്കെ വെച്ച് ചെയ്ത ആ പടമാണ് ഏറ്റവും ഇത് വന്നത്. എനിക്ക് ഏറ്റവും അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഞാൻ പിന്നെ പൊതുവേദികളിലൊന്നും പൊതു ചർച്ചകളിലൊന്നും പരിചയപ്പെടാത്ത ആളാണ്. ജിബി മാളയ്ക്ക് അറിയാം. ജിബി മാള ഒരു സീരിയൽ ചെയ്യാൻ വേണ്ടി ചെയ്തും അതിനുശേഷം അദ്ദേഹം കിട്ടി മാണി എന്ന് പറയുന്നത്. പക്ഷെ അതിനുപരിയായിട്ട് ഞാൻ അടുത്ത കാലത്താണ് ജീവൻ സാറിനെ പരിചയപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തിലെ സിനിമ എന്ന ആ മോഹത്തിനോടുള്ള അല്ലെങ്കിൽ സിനിമ എന്നുള്ള ആ ത്യാഗത്തിനോടുള്ള, സിനിമ സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവേശം, അതിനുവേണ്ടി അദ്ദേഹം സമർപ്പിച്ച, അദ്ദേഹം കഷ്ടപ്പെട്ടതിൻ്റെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ 7 സിനിമ ചെയ്തു, ഇപ്പോൾ മലയാളത്തിൽ തമിഴിലും ചെയ്തു പടം. പക്ഷേ അത്രയൊന്നും ത്യാഗം ഞാൻ ചെയ്തിട്ടില്ല. ഒരുപാട് ത്യാഗം ചെയ്താണ് ഈ മനുഷ്യൻ ഇപ്പോൾ സന എന്ന സിനിമയിൽ എത്തി നിൽക്കുന്നത്. ഈ സന എന്ന് പറയുന്ന കഥ ഞാൻ കേട്ടു, പടം കണ്ടില്ല. ആ പടം ഹിറ്റായിരിക്കും, അദ്ദേഹത്തിന് ഏറ്റവും നല്ല അംഗീകാരങ്ങൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ 48 അവേഴ്സ് എന്ന് പറയുന്ന പടം, അതിൻ്റെ കഥയും ഞാൻ കേട്ടു. ഒരു റൈറ്റർ എന്നുള്ളതിൽ, ഡയറക്ടർ എന്നുള്ള എൻ്റെ വിഷൻ അദ്ദേഹത്തിന് അതിലും കൂടുതൽ അംഗീകാരം കിട്ടും. അദ്ദേഹം ഇപ്പോൾ അടുത്ത പടം ചെയ്യാൻ പോകുന്നു. ഇവിടെ ഏതാ ശ്രീ വടക്കുംനാഥൻ. ആ പടം മാളികപ്പുറം പോലെ ഒരു നല്ല ഹിറ്റായി മാറും എന്നുള്ള കാര്യത്തിലല്ല. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പാട്, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു ഇത് എഴുതാൻ വേണ്ടി ഞാൻ വന്നതാണ് വാസ്തവത്തിൽ. ആ വന്ന അദ്ദേഹം പറഞ്ഞ കഥകൾ കേട്ട് ഞാൻ കരഞ്ഞതാണ്. ഞാൻ മനോരമയിലൊക്കെ നോവലൊക്കെ എഴുതി, ചക്രവാകയും വെളുത്ത കത്രിയൊക്കെ എഴുതി ഒരുപാട് പേരെ കരയിച്ച ആളാണ്. ഒരുപാട് സീരിയലുകൾ എഴുതി കരയിച്ച ആളാണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കഥ കേട്ടപ്പോൾ ഞാൻ കരഞ്ഞ ആളാണ്. തീർച്ചയായിട്ടും സന എന്ന് പറയുന്ന ഈ സിനിമ നല്ലൊരു സിനിമയായിരിക്കും. അത് വിജയചിത്രമായിരിക്കും. മലയാള സിനിമയിൽ ഒരു നല്ല സംവിധായകൻ എന്ന നിലയിൽ ഇദ്ദേഹം വരും. സന എന്ന ആ വേഷത്തിൽ അഭിനയിച്ച ആ കുട്ടി ഗംഭീരമായി പെർഫോം ചെയ്തിരിക്കുന്നു. കുട്ടിക്ക് അഭിനന്ദനങ്ങൾ, രവി സാറിന് അഭിനന്ദനങ്ങൾ, ഇതിനകത്ത് പങ്കെടുത്ത കൈലാഷിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഏറ്റവും നന്നായി പ്രദീപ് അതാ ചെയ്തു, പ്രമോദ്. ഈ പടം ഗംഭീരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ജീവൻ സാറിനോടൊപ്പം അധികം വൈകാതെ അനിൽ പൂജപ്പുരയ്ക്ക് മുമ്പ് ഞാനൊരു പടം ചെയ്യുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മത്സരം നടക്കുന്നു. ഇപ്പൊ ഏത് ചെയ്യുന്നുള്ള പ്രശ്നമല്ല, ഏത് ചെയ്യും? ഈ നാമപ്പൊന്നാണ് കേട്ടോ, രണ്ടും ഒരുമിച്ച് നടക്കട്ടെ. എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും.